ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രകൃതി സംരക്ഷണം ഒരു മതം എന്ന രീതിയിൽ കാണേണ്ട കാലഘട്ടമാണിതെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. യൂട്യൂബ് ചാനലിലൂടെ സ്ത്രീകളെ അപമാനിക്കുന്ന പരാമർശങ്ങൾ നടത്തിയ മോഹൻദാസിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അന്വേഷി അജിത. കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് കളക്ടർമാരുടെ ബോണസും ഫെസ്റ്റിവൽ അലവൻസും 10,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് അസോസിയേഷൻ. തിരുവമ്പാടി വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിൽ വിദ്യാവനം ജൈവ വൈവിധ്യ പാർക്ക് ഒരുങ്ങി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. പ്രകൃതി സംരക്ഷണം ഒരു മതം എന്ന രീതിയിൽ കാണേണ്ട കാലഘട്ടമാണിതെന്നും പ്രകൃതി സംരക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്നും മന്ത്രി ഷിബു ബേബി ജോൺ. അഴകോട് ചുരം 2026 ശുചീകരണ യജ്ഞത്തിന്റെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലോക പ്രകൃതി സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും പുതുപ്പാടി, താമരശ്ശേരി, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് BMCകളുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അഴകോട് ചുരം 2026 ശുചീകരണ യജ്ഞത്തിന് സമാപനമായി. സമാപന പരിപാടി വനം വന്യജീവി വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. ലക്കിടി മുതൽ ചിപ്പിലിത്തോട് വരെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. ചുരംപാതയിലും പരിസരങ്ങളിലുമുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ശേഖരിച്ച് പുതുപ്പാടി ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിൽ തരംതിരിച്ച് MCFകളിലേക്ക് കൈമാറി. ജൈവ വൈവിധ്യ പരിപാലന സമിതി അംഗങ്ങൾ, ചുരം സംരക്ഷണ സമിതി ഗ്രീൻബേർഡ് അംഗങ്ങൾ, പുതുപ്പാടി ഗവൺമെന്റ് HSS, താമരശ്ശേരി GHSS, ലിസ കോളേജ്, MGM ഹൈസ്കൂൾ, മർക്കസ് കോളേജ് എന്നിവിടങ്ങളിലെ 400-ലധികം ജൈവ വൈവിധ്യ ക്ലബ്ബ് അംഗങ്ങളും NSS വോളണ്ടിയർമാരും ഉൾപ്പെടെ 700-ലധികം പേരാണ് ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായത്. ചുരം 2ാം വളവിൽ നടന്ന ചടങ്ങിൽ CK കാസിം MLA ശുചീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, പലപ്പോഴും ഇവിടെ ഗതാഗതക്കുരുക്ക് വരുന്ന സമയത്ത് സ്ത്രീകളായ യാത്രക്കാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വളരെ വലുതാണ്. അത്തരം ആളുകൾക്ക് ആ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചില ടോയ്ലറ്റ് സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഫീഡിംഗ് നടത്താനുള്ള സൗകര്യങ്ങളുമൊക്കെ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സജ്ജീകരണം കൂടി ആലോചിച്ചുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്തിന്റെ സ്പോൺസർഷിപ്പിലുള്ള ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഈ ചുരത്തെ നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പരിപാലിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ചുരത്തിന്റെ പരിപാലനവും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട വികസനങ്ങളുമൊക്കെ വലിയ കൂടിയാലോചനയും വിസ്തൃതമായ കാഴ്ചപ്പാടിൽ നമ്മൾ കണ്ടെങ്കിൽ മാത്രമേ അത് കൃത്യതയോടുകൂടി നടത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മിലി മോഹൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KK നവാസ് പ്രകൃതി സംരക്ഷണ ദിന സന്ദേശം നൽകി. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക മംഗലത്ത്, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബാലാമണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി. യൂട്യൂബ് ചാനലിലൂടെ സ്ത്രീകളെ അപമാനപ്പെടുത്തുന്നതും ലൈംഗിക അതിക്രമത്തെ ന്യായീകരിക്കുന്നതുമായ പരാമർശങ്ങൾ നടത്തിയ മോഹൻദാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് അന്വേഷി പ്രസിഡന്റ് അജിത. അധികാരികൾക്ക് ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. സ്ത്രീകൾക്ക് ബലാത്സംഗം ഇഷ്ടമാണ്. അപ്പൊ അവർക്ക് ബലാത്സംഗം ചെയ്യപ്പെടെ കൂട്ടബലാത്സംഗം വരെ നടത്തുമെന്നാണ് പറയുന്നത്. അങ്ങേറ്റം മോശപ്പെട്ട രീതിയിൽ കർഫ്യൂ പ്രഖ്യാപിക്കുമെന്നും കർഫ്യൂ പ്രഖ്യാപിച്ച് കേട്ടില്ലെങ്കിൽ അവരെ വെടിവെക്കുമെന്നും ഈ യുവാക്കളെയും യുവതികളെയും വെടിവെക്കുമെന്നും അക്കൂട്ടത്തിൽ ബലാത്സംഗം നടത്തുമെന്നും അതോടൊപ്പം തന്നെ അവരെ ശവങ്ങൾ കിട്ടിയിൽ ആശുപത്രിയിൽ എത്തിക്കുന്നു. അയാളുടെ കയ്യിലായിരുന്നു ഭരണമെങ്കിൽ എന്ന് അയാൾ പറയുന്നു. ജൂലൈ 25-ന് യൂട്യൂബിൽ പ്രസിദ്ധീകരിച്ച വീഡിയോയിലും തുടർന്ന് പ്രസിദ്ധീകരിച്ച മറ്റൊരു വീഡിയോയിലും ജന്തർ മന്ദറിൽ സമരം നടത്തിയ സ്ത്രീകളെ കുറിച്ച് അത്യന്തം അപകീർത്തികരവും ലൈംഗിക ചുവയുള്ളതുമായ പരാമർശങ്ങളാണ് മോഹൻദാസ് നടത്തിയതെന്ന്
അജിത പറഞ്ഞു. സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നും അവരുടെ വസ്ത്രധാരണമാണ് ലൈംഗിക അതിക്രമങ്ങൾക്ക് കാരണമെന്നും പറയുന്ന പ്രസ്താവനകൾ സ്ത്രീകളുടെ അന്തസ്സിനും മാനത്തിനും നേരെയുള്ള ഗുരുതരമായ ആക്രമണമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഈ സാഹചര്യത്തിൽ ഭാരതീയ ന്യായ സംഹിത 2023 ബന്ധപ്പെട്ട വകുപ്പുകൾ ചുമത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് വീഡിയോ തെളിവായി എടുത്ത് സമഗ്രമായ അന്വേഷണം നടത്തി പ്രതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ടെന്നും അജിത വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. അന്വേഷി സെക്രട്ടറി പി ശ്രീജയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് കളക്ടർമാരുടെ ബോണസും ഫെസ്റ്റിവൽ അലവൻസും 10,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് അസോസിയേഷൻ. കോഴിക്കോട്ട് നടന്ന സംസ്ഥാന നേതൃയോഗം KPCC സെക്രട്ടറി PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃയോഗം കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് ഭവനിൽ നടന്നു. അടിയന്തര പ്രാധാന്യം നൽകി സൂപ്പർ ന്യൂമററി തസ്തികയും സ്കെയിലും നിർണയിച്ച് സ്ഥിരപ്പെടുത്താൻ ഉത്തരവുകൾ നടപ്പാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. വിരമിച്ചവരുടെ പെൻഷൻ കാര്യത്തിൽ അടിയന്തര തീരുമാനമുണ്ടാക്കുക, പെൻഷൻ മറ്റു ജീവനക്കാരുടേതിന് സമാനമാക്കുക, കുടിശ്ശികയുള്ള ക്ഷേമ പെൻഷൻ ഇൻസെന്റീവ് കാലതാമസം കൂടാതെ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു. യോഗം KPCC സെക്രട്ടറി PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. അത് ഞാൻ ശുദ്ധ മനസ്സോടുകൂടി പറയാണ്, അത് നിങ്ങളോടുള്ള കണ്ണിക്കടിയാണ്, വേറെ ഒന്നുമല്ല. കാരണം അവരെത്രയൊക്കെ വലിയ ഉന്നത സ്ഥാനത്തിരുന്നാലും അവരെ ഒന്നും ജനങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. ജനങ്ങളും ഡെപ്പോസിറ്റേഴ്സും മൈൻഡ് ചെയ്യുന്നത് നിങ്ങളാണെന്നുള്ള ഒരു വലിയ ഒരു തോന്നലാണ് അവർക്ക് ഇത്തരത്തിലുള്ളതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനമാക്കി സഹകരണവരെ മാറ്റിയെടുത്തതിൽ ഈ ഡെപ്പോസിറ്റ് കളക്ടേഴ്സിനുള്ള പങ്ക് ഏറെ വലുതാണ്. അത് ഞാൻ പ്രത്യേകം അടിവരായിട്ട് പറയുകയാണ്. അതുകൂടാതെ നിങ്ങളുടെ സംഘടനയും അതുപോലെ തന്നെ ഏറ്റവും നന്നായി നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാരിലേക്കും അതുപോലെ മാനേജ്മെന്റിലേക്കും എത്തിക്കുവാനും സഹകരണ മേഖലയിലെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന ഒരു വലിയ അത്താണിയായി ഈ സംഘടന. സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് പെരുമണ്ണ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് K ജയന്ത് MLA, V സുധാകരൻ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി VJ ലൂക്കോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ P സുനിൽ, O സരിജ ബാബു, സുരേഷ് ബാബു മണ്ണയാട്, U വിജയപ്രകാശ്, KV വിശാഖ്, അനൂപ് വില്യാപ്പള്ളി തുടങ്ങിയവരും സംസാരിച്ചു. നവംബറിൽ തിരുവനന്തപുരത്ത് വെച്ച് സംസ്ഥാന സമ്മേളനം നടത്താനും തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്, ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. കുറഞ്ഞ വിലയിൽ മികച്ച നിലവാരമുള്ള വസ്ത്രങ്ങൾ തേടുകയാണോ നിങ്ങൾ? എങ്കിൽ കോഴിക്കോട് CSI ഹാളിൽ നടക്കുന്ന വമ്പൻ വസ്ത്ര ഹാൻഡ്ലൂം മേളയിലേക്ക് സ്വാഗതം. കോട്ടൺ സിൽക്ക് സാരികൾ, ഡ്രസ് മെറ്റീരിയൽസ്, ടോപ്പുകൾ, മോഡൽ സിൽക്ക് സാരികൾ, കൈത്തറി വസ്ത്രങ്ങൾ, ബോഡി കുർത്ത, സ്യൂട്ട് പീസുകൾ, ഒഡീഷ സാരികൾ, ബംഗാളി സാരികൾ തുടങ്ങി നിരവധി മനോഹരമായ ഡിസൈനുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ജയ്പൂർ സ്റ്റോൺ ജ്വല്ലറി, മസ്ലിൻ സാരികൾ, ബെഡ്ഷീറ്റ് തുണികൾ, കുഷൻ കവറുകൾ, കർട്ടനുകൾ, സോഫ കവറുകൾ എന്നിവയും പ്രത്യേക ആകർഷണങ്ങളാണ്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക ഓഫർ വില.
ദിവസവും രാവിലെ 10:30 മുതൽ 9 വരെ മേള സന്ദർശിക്കാം. CSI ഹാൾ, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്ക് 8095688238 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. CSI ഹാളിലെ വസ്ത്ര ഹാൻഡ്ലൂം മേള ഓഗസ്റ്റ് 2 വരെ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തിരുവമ്പാടി വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിൽ വിദ്യാവനം ജൈവ വൈവിധ്യ പാർക്ക് ഒരുങ്ങി. പാർക്കിന്റെ ഉദ്ഘാടനം മന്ത്രി ഷിബു ബേബി ജോൺ നിർവഹിച്ചു. കേരള വനം വകുപ്പ് ഉത്തരമേഖല സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് സ്കൂളിൽ വിദ്യാവനം ജൈവ വൈവിധ്യ പാർക്ക് സജ്ജീകരിച്ചത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിൽ പാരിസ്ഥിതിക അവബോധം വളർത്തുന്നതിനായി ഫോറസ്ട്രി ക്ലബ്ബ് വഴി വിദ്യാലയങ്ങളിൽ ചുരുങ്ങിയത് 5 സെന്റ് സ്ഥലത്ത് ചെറുവനത്തിന്റെ മാതൃകയിൽ തയ്യാറാക്കുന്ന ഹരിത സങ്കേതങ്ങളാണ് വിദ്യാവനം. പാർക്കിന്റെ ഉദ്ഘാടനം വനം വന്യജീവി വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ നിർവഹിച്ചു. ജൈവ വൈവിധ്യ ക്ലബ്ബുകളുടെയും സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബുകളുടെയും പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നമുക്കിനി പ്രകൃതിയെ വെല്ലുവിളിക്കാൻ സാധിക്കുന്ന ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ടിയുള്ള പോരാട്ടവുമായി നിന്ന് മുന്നോട്ട് പോയപ്പോൾ നമുക്ക് ഒരു പരിധി വരെ ഇതൊക്കെ സാധിക്കുകയാണ്. പക്ഷെ ഇന്ന് ആഗോള തലത്തിൽ എന്റെ പ്രത്യാഘാതം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താകുന്നത് നമുക്ക് മറ്റു വഴി. CK കാസിം MLA അധ്യക്ഷനായിരുന്നു. മുക്കം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KP ചാന്ദിനി മുഖ്യാതിഥിയായി പങ്കെടുത്തു. സോഷ്യൽ ഫോറസ്ട്രി ഉത്തരമേഖല ഫോറസ്റ്റ് കൺസർവേറ്റർ R കീർത്തി പദ്ധതി വിശദീകരിച്ചു. മാർ റെമിജിയോ സിഞ്ചനാനിയൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ AP ഇംതിയാസ്, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ AM ജോഷിൽ, V സന്തോഷ് കുമാർ, PP ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ULCCS ചെയർമാൻ രമേശൻ പാലേരിയുടെ ഭൗതികദേഹം കോഴിക്കോട് ടൗൺ ഹാളിൽ പൊതുദർശനത്തിനായി എത്തിച്ചു. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കു കാണാൻ ആയിരങ്ങളാണ് ടൗൺ ഹാളിൽ എത്തിയത്. രമേശൻ പാലേരിയുടെ ഭൗതികദേഹം രാത്രി 7ഓടെയാണ് കോഴിക്കോട് ടൗൺ ഹാളിൽ പൊതുദർശനത്തിനായി എത്തിച്ചത്. അദ്ദേഹത്തെ അവസാനമായി കാണാൻ ആയിരക്കണക്കിന് ജനം ടൗൺ ഹാളിലും തടിച്ചുകൂടിയിരുന്നു. ആസ്റ്റർ DM ക്വാളിറ്റി കെയർ എക്സിക്യൂട്ടീവ് ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ, വനിതാ കമ്മീഷൻ അധ്യക്ഷ P സത്യദേവി, മേയർ O സദാശിവൻ, CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്, CPI ജില്ലാ സെക്രട്ടറി P ഖവാസ്, മുൻ ജില്ലാ സെക്രട്ടറി KK ബാലൻ, സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് P നിഖിൽ, LDF കൺവീനർ മുക്കം മുഹമ്മദ്, മുൻ മന്ത്രിമാരായ AK ശശീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ, BJP ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു, ദേശീയ സമിതി അംഗം KP ശ്രീശൻ, സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ, TV ഉണ്ണികൃഷ്ണൻ, മുൻ MLAമാരായ AK മുനീർ, A പ്രദീപ് കുമാർ, KP കുഞ്ഞമ്മദ് കുട്ടി, തോട്ടത്തിൽ രവീന്ദ്രൻ, ലിൻഡോ ജോസഫ്, PTA റഹീം, ജോർജ് M തോമസ്, കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് TM ജോസഫ്, EP ദാമോദരൻ, K ലോഹിയ, ഡോക്ടർ K മൊയ്തു, NCP നേതാവ് PM സുരേഷ് ബാബു, NCPS സംസ്ഥാന സെക്രട്ടറി MP സൂര്യനാരായണൻ, സേവ് ഗ്രീൻ സൊസൈറ്റി പ്രസിഡന്റ് K രജുൽ കുമാർ, ഡയറക്ടർ K ജഗദീഷ്, ചലച്ചിത്ര നിർമ്മാതാവ് CH മുഹമ്മദ്, കോർപ്പറേഷൻ കൌൺസിലർമാർ തുടങ്ങിയ അനേകം പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. സിറ്റി സർവീസ് സൊസൈറ്റി സഹകരണ പ്രസിഡന്റ് പ്രിമ മനോജ്, ഡയറക്ടർമാരായ NP അബ്ദുൾ ഹമീദ്, V സജീവ് എന്നിവരും അന്തിമോപചാരം അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള ഡെന്റൽ ഡീലേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കെഡ എക്സ്പോ 2026 ഓഗസ്റ്റ് 1-നും 2-നും കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കും. മന്ത്രി K മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ഡെന്റൽ ട്രേഡ് എക്സ്പോയാണ് ഓഗസ്റ്റ് 1-2 തീയതികളിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കുക. 240-ലധികം സ്റ്റാളുകൾ ഉൾക്കൊള്ളുന്ന കെഡ എക്സ്പോ 2026 ഡെന്റൽ മേഖലയിലെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും ഡിജിറ്റൽ ഡെന്റിസ്ട്രി, CAD, CAM സംവിധാനങ്ങൾ, ഡെന്റൽ ഇംപ്ലാന്റുകൾ, ലാബ് ഉപകരണങ്ങൾ, ഇൻഫെക്ഷൻ കൺട്രോൾ സംവിധാനങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഡെന്റൽ സൊല്യൂഷനുകൾ, അത്യാധുനിക ഡെന്റൽ ഉപകരണങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കും. എക്സ്പോയുടെ ഉദ്ഘാടനം മന്ത്രി K മുരളീധരൻ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
കേരള ഡെന്റൽ ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് ഷൈജൽ, സെക്രട്ടറി സഞ്ജീവ് മേനോൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കുറഞ്ഞ വിലയിൽ മികച്ച നിലവാരമുള്ള വസ്ത്രങ്ങൾ തേടുകയാണോ നിങ്ങൾ? എങ്കിൽ കോഴിക്കോട് CSI ഹാളിൽ നടക്കുന്ന വമ്പൻ വസ്ത്ര ഹാൻഡ്ലൂം മേളയിലേക്ക് സ്വാഗതം. കോട്ടൺ സിൽക്ക് സാരികൾ, ഡ്രസ് മെറ്റീരിയൽസ്, ടോപ്പുകൾ, മോഡൽ സിൽക്ക് സാരികൾ, കൈത്തറി വസ്ത്രങ്ങൾ, ബോഡി കുർത്ത, സ്യൂട്ട് പീസുകൾ, ഒഡീഷ സാരികൾ, ബംഗാളി സാരികൾ തുടങ്ങി നിരവധി മനോഹരമായ ഡിസൈനുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ജയ്പൂർ സ്റ്റോൺ ജ്വല്ലറി, മസ്ലിൻ സാരികൾ, ബെഡ്ഷീറ്റ് തുണികൾ, കുഷൻ കവറുകൾ, കർട്ടനുകൾ, സോഫ കവറുകൾ എന്നിവയും പ്രത്യേക ആകർഷണങ്ങളാണ്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക ഓഫർ വില. ദിവസവും രാവിലെ 10:30 മുതൽ 9 വരെ മേള സന്ദർശിക്കാം. CSI ഹാൾ, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്ക് 8095688238 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. CSI ഹാളിലെ വസ്ത്ര ഹാൻഡ്ലൂം മേള ഓഗസ്റ്റ് 2 വരെ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്. ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കാർഗിൽ വിജയ ദിവസ് ആചരിച്ചു. മാനാഞ്ചിറ യുദ്ധസ്മാരക കവാടത്തിൽ ധീര സൈനികരെ അനുസ്മരിച്ച് ദീപാഞ്ജലി അർപ്പിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 27ാമത് കാർഗിൽ വിജയ് ദിവസ് അനുസ്മരണം സംഘടിപ്പിച്ചു. മാനാഞ്ചിറ യുദ്ധസ്മാരക കവാടത്തിൽ നടന്ന ദീപാഞ്ജലിയുടെ ഉദ്ഘാടനം കോഴിക്കോട് നോർത്ത് MLA അഡ്വക്കേറ്റ് K. ജയന്ത് നിർവഹിച്ചു. ജില്ലയിലെ വിമുക്ത ഭടന്മാരുടെ ചിരകാല അഭിലാഷമായ യുദ്ധസ്മാരകം സാക്ഷാത്കരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് MLA അറിയിച്ചു. ഇവിടെ നമുക്ക് സമാധാനമായി സ്വസ്ഥമായി അതിർത്തിയിലും ആന്തരികമായ ശത്രുക്കളെയും ചെറുത്തു തോൽപ്പിക്കുന്നതിൽ ഈ നാട്ടിൻ്റെ സോൾജേഴ്സ് നൽകുന്ന പങ്ക് വളരെ വലുതാണ്. നമ്മുടെ സമാധാനത്തിന് വേണ്ടി അവർ ബലിയർപ്പിച്ചത് അവരുടെ ജീവിതമാണ് എന്നുള്ള ബോധ്യവും ഓർമ്മയും നമുക്ക് വേണം. അപ്പോൾ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ജയരാജൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ ജയദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച 527 ധീരരക്തസാക്ഷികളുടെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച ദീപാഞ്ജലിക്ക് മാതൃഭൂമി സീനിയർ എഡിറ്റർ MP സൂര്യദാസ് ആദ്യ ദീപം തെളിയിച്ചു. മോഹനൻ പട്ടോന, E. മാധവൻ നായർ, പ്രകാശൻ CM, സുഭാഷ്, ഊർമിള രാജഗോപാൽ, സുമതി ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു. ജില്ലാ ട്രഷറർ P. സദാനന്ദൻ, ജില്ലാ സെക്രട്ടറി അജിത് കുമാർ ഇളയിടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രശസ്ത നാടകകൃത്തും സംവിധായകനുമായ ഗിരീഷ് PC പാലത്തിന്റെ ആദ്യ നോവൽ സാലിക പ്രകാശനം ചെയ്തു. എഴുത്തുകാരി ഇന്ദു മേനോനിൽ നിന്നും നടൻ ഉണ്ണിരാജ ചെറുവത്തൂർ പുസ്തകം ഏറ്റുവാങ്ങി. രോഗങ്ങളെയും അവശതകളെയും അതിജീവിക്കാനാണ് വേദനകൾക്കിടയിലും ഗിരീഷ് നോവലുമായും നാടകവുമായും എത്തുന്നത്. സീരിയലുകളുടെ തിരക്കഥാകൃത്തും പുരസ്കാരങ്ങൾ നേടിയ നാടകങ്ങളുടെ സംവിധായകനുമാണ് ഗിരീഷ് PC പാലം.
പള്ളിക്കൂടം, രാ എന്നീ സിനിമകളും അദ്ദേഹം സംവിധാനം ചെയ്തു. 15 വർഷം മുൻപാണ് ഗിരീഷിന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. അടുത്തിടെ വീണ്ടും വൃക്ക തകരാറിലായി. ഇതിനോടൊപ്പം കരളിനും രോഗം ബാധിക്കുകയായിരുന്നു. ചികിത്സയ്ക്ക് പണം കണ്ടെത്താനായി നാട്ടുകാരും സഹപാഠികളും നാടക പ്രവർത്തകരും ശ്രമം തുടരുകയാണ്. രോഗങ്ങൾക്കിടയിലാണ് ആദ്യ നോവൽ ഗിരീഷ് എഴുതി പൂർത്തിയാക്കിയത്. ഗിരീഷിന്റെ പുസ്തകങ്ങൾ വിറ്റുകിട്ടുന്ന തുകയും സെപ്റ്റംബർ 12-ന് 2 ഷോകളിലായി അരങ്ങേറുന്ന നാടകത്തിൽ നിന്നും ലഭിക്കുന്ന തുകയും ഗിരീഷിന്റെ ചികിത്സയിലേക്കാണ് ചെലവിടുക. ഗിരീഷിന്റെ ആദ്യ നോവൽ സാലിക കോഴിക്കോട്ട് നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. അഭിനേതാവ് ഉണ്ണിരാജ പുസ്തകം ഏറ്റുവാങ്ങി. ഇന്ദു മേനോൻ പ്രകാശനം നിർവഹിച്ചു. നാടകത്തിന് ഒരു വലിയ കലയായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയും സാമ്പത്തിക പിന്തുണയും വളരെ അത്യാവശ്യമാണ്. ഒരു സിനിമയെ നോക്കിയാലും നമുക്കത് തന്നെ കാണാം. പക്ഷെ ഇന്നും നാടകത്തിൽ പുണർന്നുകൊണ്ട് നിൽക്കുന്ന മനുഷ്യരെ കാണുമ്പം ഞാൻ ആലോചിക്കുക, ഇവരെന്തൊക്കെയായിരിക്കും തങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഗിരീഷ് എഴുതി റിതം ഹൗസും നാടകം പൂക്കുന്ന കാടും അവതരിപ്പിക്കുന്ന അനാമികളുടെ വിലാപം എന്ന നാടകത്തിന്റെ ബ്രോഷറും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. സംവിധായകൻ സുധീർ അമ്പലപ്പാട് അധ്യക്ഷനായിരുന്നു. ഗിരീഷിന്റെ 10ാം ക്ലാസ് സഹപാഠികളുടെ അലംനെ കൂട്ടായ്മയായ എൽ ഇല കൂട്ടം സ്വരൂപിച്ച ധനസഹായം ചടങ്ങിൽ ഗിരീഷിന് കൈമാറി. അഭിനേതാക്കളായ മണികണ്ഠൻ ആചാരി, അപ്പുണ്ണി ശശി, പ്രദീപ് ബാലൻ, കബനി സൈറ, നാടകപ്രവർത്തകൻ സതീഷ് കെ സതീഷ്, ഗാനരചയിതാവ് രമേഷ് കാവിൽ, പി നൌഷീർ, സജു കുറിഞ്ഞോളി, ഗിരീഷ് PC പാലം തുടങ്ങിയവർ സംസാരിച്ചു. CS രാജേഷിന്റെ ചൊല്ലരങ്ങും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നഭസ്വര മൂവീസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ഒന്നിച്ച് ഒരോണം ടെലിഫിലിം റിലീസിംഗിനൊരുങ്ങി. ടെലിഫിലിമിന്റെ ചിത്രീകരണം കോഴിക്കോട്ടും പരിസര പ്രദേശങ്ങളിലുമായി പൂർത്തിയായി. മക്കളുണ്ടായിട്ടും മക്കളോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാത്ത മാതാപിതാക്കളുടെ ദുഃഖമാണ് ഒന്നിച്ച് ഒരോണം എന്ന ടെലിഫിലിമിന്റെ കഥയുടെ ഇതിവൃത്തം. സിനിമാ ഡയറക്ടർ മനു ശങ്കറാണ് കഥയും സംവിധാനവും നിർവഹിച്ചത്. നീനാക്കുറുപ്പും ടോണി ആന്റണിയും രഞ്ജിത്ത് ഒളവണ്ണയും സുരേഷ് മഞ്ഞപ്പാലവും ബാലകൃഷ്ണൻ നടുക്കണ്ടിയും വിനോദും സിനോനയും താരങ്ങളായി എത്തുന്നു. ബാലതാരമായി സൂര്യദേവും വേഷമിടുന്നു. ഷോർട്ട് മൂവിയുടെ ക്യാമറാമാൻ JP നമ്പ്യാലത്താണ്. എഡിറ്റിംഗ് സച്ചിൻ രാജ് നിർവഹിച്ചു. ശ്രീജിത്തിൻ്റെതാണ് സ്റ്റിൽസ്. ഗാനരചന വയലാർ ശരത് ചന്ദ്രവർമ്മയും സംഗീതം ചെങ്ങന്നൂർ ശ്രീകുമാറും നിർവഹിച്ചു. ഗായിക റോഷ്നിയാണ് ഗാനങ്ങളുടെ ആലാപനം നിർവഹിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രകൃതി സംരക്ഷണം ഒരു മതം എന്ന രീതിയിൽ കാണേണ്ട കാലഘട്ടമാണിതെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. യൂട്യൂബ് ചാനലിലൂടെ സ്ത്രീകളെ അപമാനിക്കുന്ന പരാമർശങ്ങൾ നടത്തിയ മോഹൻദാസിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അന്വേഷി അജിത. കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് കളക്ടർമാരുടെ ബോണസും ഫെസ്റ്റിവൽ അലവൻസും 10,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് അസോസിയേഷൻ. തിരുവമ്പാടി വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിൽ വിദ്യാവനം ജൈവ വൈവിധ്യ പാർക്ക് ഒരുങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.